പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മനോഹരമായ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സമാജ മീറ്റിംഗിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ ഭാഗ്യ പദവികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യോഗം ഇന്ന് പകൽ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് കുട്ടി അവറുകളും സെൻറ്ററിന് അനുഗ്രഹീതമായ നിലകളിൽ നേതൃത്വം നൽകുന്ന കർത്താവിൽ ബഹുമാനീയനും ആദരണീയനുമായ പാസ്റ്റർ വർഗീസ് അബ്രഹാം അവറുകൾ സെൻറ്ററിൻ്റെയും കൺവെൻഷൻ്റെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പ്രവർത്തിക്കുന്ന കർത്താവിൽ ബഹുമാനരായ ദൈവദാസന്മാർ, സെൻറ്ററിനോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ ബഹുമാനരായ എല്ലാ ദൈവദാസന്മാർക്കും, സഹോദരി സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവേഴ്സ് ആയിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയ ദൈവദാസിമാർ, വിശേഷാൽ ബഹുമാനിയ സജിയാൻറ്റി, സൂസനാൻറ്റി, മറ്റുള്ള എല്ലാ കർത്തദാസിമാർക്കും, കടന്നു വന്ന സകല ദൈവജനത്തിനും, ആരാധനയ്ക്ക് നമ്മെ നേതൃത്വം ചെയ്യുന്ന പ്രിയ കർത്തദാസിമാർ, വിശേഷാൽ കടന്നു പകൽ ക്ഷണിക്കപ്പെട്ട ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൽ ബഹുമാനിയ ദൈവദാസി ശ്രീലേഖ ആൻറ്റി, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒത്തിരി മുഖവരകൾ പറഞ്ഞ സമയത്തെ ദീർഘിപ്പിക്കാതെ വളരെ വേഗം കർത്താവിൻ്റെ ആത്മാവ് തന്ന ആലോചനയിലേക്ക് പ്രവേശിക്കട്ടെ. വായിക്കാം. 85-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം. 85-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം ആരാ? ഈ ജനം, ഈ ജനത്തിൻ്റെ പ്രത്യേകത എന്താ? സർവകാരണഭൂതനും സർവഗുണ സമിതനും അനാദ്യന്തനും അഖില ചരാചര പരിപാലകനും അന്തിമ വിധികർത്താവുമായ ഏകസത്യ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. ഈ ജനത്തിൻ്റെ പ്രത്യേകത എന്താ? മശിഹായെ പ്രദാനം ചെയ്തുകൊണ്ട് ലോകത്തിന് തൻ്റെ സമ്പൂർണ്ണ വെളിപ്പാട് നൽകാൻ ദൈവം തെരഞ്ഞെടുത്ത ഉടമ്പടി ചെയ്ത വാഗ്ദത്ത സന്തതിയാണ് ഇസ്രായേൽ. എന്താ ഈ ജനത്തിൻ്റെ പ്രത്യേകത? അണച്ചു ചേർത്താലും അടിച്ചകറ്റിയാലും ഈ ഏകസത്യ ദൈവത്തെ ആശ്ലേഷിച്ചു നിൽക്കുന്ന ഒരു ശേഷിപ്പ് ഇവരിൽ ഉണ്ട്. മശിഹായെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ ദൈവം തൻ്റെ ജനത്തിനു കൊടുത്ത ഒരു വെളിപ്പാടാണ്. ദൈവം ജനത്തിനു കൊടുത്ത വെളിപ്പാടാണ് ഈ വാഗ്ദത്ത ജനത. അങ്ങനെയെങ്കിൽ ഒരത്ഭുതം പോലും ചെയ്യാത്ത ശമരിയ പട്ടണത്തെ മുഴുവൻ ഇവൻ അത്രേ ലോകരക്ഷിതാവെന്ന് പറഞ്ഞ് ഈ മശിഹായെ വെളിപ്പെടുത്താൻ ഇടയാക്കിയത് ഒരു ശമരിയ സ്ത്രീയാണ്. നാം പാർക്കുന്ന നമ്മുടെ പട്ടണത്തിൽ, നാം പാർക്കുന്ന നമ്മുടെ ഗ്രാമങ്ങളിൽ, നാം പാർക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ യഹോവയാം ദൈവത്തെ, ഈ മശിഹായെ പരിചയപ്പെടുത്താൻ നാം കൊടുക്കുന്ന ടാറ്റുകളിലൂടെ, നാം അറിയിക്കുന്ന സുവിശേഷങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ ദിനങ്ങളിൽ ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? എന്താ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? മുമ്പ് ഇവർ പ്രാപിച്ചിട്ടുണ്ട് ഈ ജീവൻ. പക്ഷേ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു യാചനയാണ്. എന്താ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അണച്ചു ചേർത്താലും അടിച്ചകറ്റിയാലും ഈ ഏകസത്യ ദൈവത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. എത്രയോ തവണ പ്രവാസികളായി ഇവർ പിടിക്കപ്പെട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നെല്ലാം തന്നെങ്ങളെ തിരിച്ചു വരുത്തിയത് ഈ സ്നേഹമാണ്, ഈ ശേഷിപ്പാണ്. മിസ്രൈമിയ അധികാരങ്ങളും ഫറവോനിയ ആധിപത്യങ്ങളൊക്കെ തലയുയർത്തി പിടിച്ചു നിന്നപ്പോഴും അതിനെയൊക്കെ പൊട്ടിച്ച അടിമ ശകലകളെ പൊട്ടിച്ചുകൊണ്ട് ആമേൻ ആമേൻ ആ പ്രവാസത്തിന് ദൈവിക പദ്ധതിയിലേക്ക് വരുവാൻ കാരണമായത് ഈ ശേഷിപ്പാണ്. അങ്ങനെയെങ്കിൽ ഏകാന്തമായ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം. ആമേൻ. എത്രയധികം ആധിപത്യങ്ങളോ അധികാരങ്ങളോ എത്ര അടിമ ചങ്ങലകളോ ഒക്കെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാല് കുടുംബത്തിലൊരു കുളമ്പ് പോലും ശേഷിപ്പിക്കാതെ നിന്നെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ? എന്താ ആമേൻ? ഇവർ വീണ്ടും മുൻപ് പ്രാപിച്ച ദൈവകൃപയിലേക്ക് ഇവർക്ക് വരണമെന്ന് താല്പര്യം, ഇവർക്കൊരു ആഗ്രഹം, അനുതാപത്തോടെയുള്ള ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു യാചന. അങ്ങനെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്നുള്ള ചോദ്യത്തിന് ദൈവാത്മാവ് പറയുക, വീണ്ടും ജീവിപ്പിക്കും. ആമേൻ. എങ്ങനെ ജീവിപ്പിക്കും? യെഹെസ്കേൽ പ്രവാചകനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിനകത്ത് 37-ാം അധ്യായത്തിൽ പറയുന്ന വേദഭാഗങ്ങൾ വീണ്ടും ജീവിപ്പിക്കുമോ എന്ന നിലച്ചിരിക്കാത്ത സമയത്ത് ഇതാ പ്രവാചകനെ യഹോവയുടെ കൈ അവന്റെ മേൽ വന്ന്
വന്നു. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. യഹോവയുടെ കയ്യാൽ അവനെ കൊണ്ടുവന്ന് ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തി. അവിടെ നോക്കിക്കേ, അവിടുത്തെ ഭയാനകമായ ആമേൻ നമ്മുടെ കണ്ണിനെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച എന്തായിരുന്നു? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന. എന്താ അതിന്റെ പ്രത്യേകത? അത് ഉണങ്ങിയതായിരുന്നു, ചിതറിക്കിടക്കുന്നതായിരുന്നു. പ്രവാചകനെ ദൈവം അതിന്റെ നടുവിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ അസ്ഥികൾ ജീവിപ്പിക്കുമോ? ഈ അസ്ഥികൾ ജീവിപ്പിക്കുമോ? അസാധ്യം പറയുന്ന വിഷയത്തിന്റെ നടുവിൽ, ഉണങ്ങിക്കിടക്കുന്നെന്ന് പറയുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം പറയുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ ഹല്ലേലൂയ അതിനൊരു മറുപടി പറഞ്ഞു: കർത്താവേ, നീ അറിയുന്നു ഇത് അസാധ്യമാ, എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉളവാകട്ടെ എന്ന പദങ്ങൾക്ക് മുമ്പിൽ അവന്റെ സൃഷ്ടികൾക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. കാരണം അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കി പ്രവർത്തിക്കുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, മരിച്ചു കിടക്കുന്നവനെ ഉയർപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Praise the Lord. Hallelujah. പ്രവാചകൻ ഒറ്റ പ്രവചനമാ: ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. യഹോവയുടെ ശബ്ദം കേട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ആ കല്ലറകൾക്കകത്ത് അവനെ ഒതുക്കി വെച്ചപ്പോൾ അതിന്റെ നടുവിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ താഴ്വരകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അസ്ഥിയോട് വന്നു ചേർന്നു. ഭൂകമ്പമുണ്ടായി. അസ്ഥിയോട് വന്നു ചേരത്തക്ക നിലകളിൽ ഒരു വലിയ ക്രിയകൾ അതിന്റെ നടുവിൽ നടന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ദൈവജനങ്ങളോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം: ഡോക്ടേഴ്സ് അത്ര നിന്റെ ജീവിതത്തിൽ വിധി കൽപ്പിച്ചോട്ടെ. അവൻ മെഡിക്കൽ സയൻസുകൾ നിന്നെ കൈവിട്ടോട്ടെ. ഇന്ന് പകൽ അവൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്, നിന്റെ അസ്ഥികളെ യോജിപ്പിക്കുന്നവനാണ്. നിന്റെ കുടുംബ ബന്ധങ്ങളുടെ അകൽച്ചകളെ അവൻ യോജിപ്പിക്കുന്ന ദൈവമാണ്. അസ്ഥികൾ വന്നു ചേർന്നു. അവിടുത്തെ പ്രത്യേകത എന്താ? ത്വക്ക് ചിതറിക്കിടക്കുന്ന എഴുതിയിട്ടില്ല, മാംസം ചിതറിക്കിടക്കുന്ന എഴുതിയിട്ടില്ല, അവൻ ഞരമ്പുകൾ ചിതറിക്കിടക്കുന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ അസ്ഥികൾ ചിതറിക്കിടക്കുക. അസ്ഥികൾ വന്ന് ചേരാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ നോക്കി നിൽക്കെ ത്വക്ക് പൊതിയാൻ തുടങ്ങി, മാംസം പൊതിയാൻ തുടങ്ങി, ഞരമ്പ് പൊതിയാൻ തുടങ്ങി. ഇന്ന് പകൽ അതിന്റെ നടുവിൽ നിന്ന് ദൂത് വിളിച്ചു പറയാം: പുതിയ ചില ക്രിയകൾ, പുതിയ ചില ഓപ്പറേഷനുകൾ, പുതിയ ചില പ്രവർത്തികൾ അതിന്റെ നടുവിൽ വെളിപ്പെടുകയാണ്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഇവർ ജീവിച്ച എന്താ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്? ഈ ജനം ജീവിപ്പിക്കുകയില്ലയോ? നീ ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലോ? ജീവിപ്പിക്കും. 37 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പറയുന്നു: അവൻ ജീവിച്ചെഴുന്നേറ്റ് ഒരു സൈന്യമായി നിന്നു. ജീവിച്ചെഴുന്നേറ്റു, അസാധ്യങ്ങളെ സാധ്യമാക്കി. അവൻ ചില പ്രവർത്തികൾ അതിന്റെ നടുവിൽ വെളിപ്പെട്ടു. അവൻ ചലനമറ്റു കിടക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിനകത്ത് അതിനകത്ത് മറുപടി വന്നു, ഉദ്ധാരണം വന്നു. കണ്ണുകളെ മനുഷ്യ ദൃഷ്ടികളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവൻ ചില പ്രവർത്തികൾ ആ താഴ്വരയുടെ നടുവിൽ ചെയ്തുവെങ്കിൽ ഇന്ന് പകൽ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളോട് ദൂത് വിളിച്ചു പറയാം: നിങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളിൽ, പിതാക്കന്മാർ, മാതാക്കളിൽ, സഭകളിൽ ഈ ദിവസങ്ങൾ ചില ജീവന്റെ ചലനങ്ങൾ നടക്കുക. ജീവിക്കും. ഇത് ഏത് ജീവനാ? ഇത് നിത്യജീവനാ. ഇത് പ്രാപിക്കാനാ നിക്കോദിമസ് യേശുവിന്റെ അടുക്കൽ വന്നു. ഇത് വിട്ടിട്ട് എവിടെ പോകുമെന്ന് ചോദിച്ച പത്രോസ് അവന്റെ അടുക്കൽ നിന്നത്. അങ്ങനെയെങ്കിൽ ഈ നിത്യജീവൻ പ്രാപിക്കുന്നത് എന്തിനാ? ഈ ജീവൻ പ്രാപിക്കുന്നത് എന്തിനാ? കർത്താവിൽ ആനന്ദിക്കാൻ, ലോകമോഹങ്ങൾക്കകത്ത് ആനന്ദിക്കാനല്ല. ഇന്ന് പകൽ ഈ ജീവൻ പ്രാപിച്ചതിനകത്തിരിക്കുന്നത് കർത്താവിൽ ആനന്ദിക്കാനാണ്. ഇതേതാനന്ദമാ? ഇത് നിത്യാനന്ദമാ. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കരച്ചിലില്ലാത്ത, പല്ലുകടിയില്ലാത്ത, രോഗമില്ലാത്ത അവനൊരു നാട്ടിൽ നിത്യമായി കർത്താവിനെ ആനന്ദിക്കാനാ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നമുക്ക് തരുന്ന ദാനത്തിലല്ല നാം ആനന്ദിക്കുന്നത്, നമ്മുടെ ദാതാവിലായിരിക്കണം നാം ആനന്ദം കണ്ടെത്തേണ്ടത്. അതിനായി കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്തിന് വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.